അയ്യപ്പേട്ടാ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അത് ലോകവ്യാപകമായി തന്നെ ഇപ്പോൾ വളരെയധികം ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ബ്രിട്ടനിലും അങ്ങനെയുള്ള പല വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ വലിയ രീതിയിൽ തന്നെ അവർക്ക് വേരോട്ടം ഉണ്ടായിട്ടുണ്ട്. അവിടെ വലിയ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ളവരുടെയൊക്കെ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ലോകവ്യാപകമായി നടക്കുമ്പോഴും ഇത് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് ഇതിന് വളരെയധികം വേരോട്ടമുണ്ട്. പക്ഷേ അത് ഈ പറയുന്ന CPM എന്ന് പറയുന്ന സംഘടന കൂടുതൽ അവരാണ്, അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറഞ്ഞത്. അവരാണ് നമ്മുടെ ഈ നാട്ടിൽ കൊച്ചു കേരളത്തിൽ ഇതിന് ഏറ്റവും കൂടുതൽ വേരോട്ടം ഉണ്ടാക്കിയത് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു മുസ്ലിം വോട്ട് ബാങ്ക് സ്വാധീനിക്കാൻ വേണ്ടി ഇവർ പലതിനും കൂട്ടുനിന്നു. അവസാനം പ്രീണിപ്പിച്ച തിരിച്ചടി കിട്ടിയെങ്കിലും വീണ്ടും അതിലേക്കും മലക്കം മറിഞ്ഞു പോകുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. പഠിക്കുന്നില്ല. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം, ഈ കഴിഞ്ഞ ദിവസം കായംകുളത്ത് മന്ത്രിയും MLAയും പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഇസ്ലാമിക മതാചാരപ്രകാരമുള്ള ഒരു പ്രാർത്ഥന നടത്തി. പക്ഷെ ആരും അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് വകവെച്ചില്ല. കാരണം ഇതാണല്ലോ, അതായത് ഈ വിഭാഗത്തിൻ്റെതായതുകൊണ്ട് തന്നെ പ്രീണനം നടത്തുക എന്നുള്ളത് ഇവരുടെ ആവശ്യമായതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് CPMന്റെ മന്ത്രിയും MLAയും ഇരിക്കെ ഈ ഒരു ആരാധനാക്രമം നടത്തിയത്. പ്രതിഭ MLAയുമാണ്. അപ്പോൾ ഇതിൽ ഇവർ ഒരു തരത്തിലുമുള്ള അതായത് അവർ ന്യായീകരിക്കുന്നത് അത് 1 മിനിറ്റത്തെ പ്രാർത്ഥനയല്ലേ, 1-2 മിനിറ്റ് കൂടിപ്പോയാൽ, അതിനപ്പുറം ഇതിൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ വെറുതെ ഒന്നുമില്ലാത്ത ഒരു കാര്യത്തിനാണോ ഈ പ്രാർത്ഥനകൾ? ഇതിങ്ങനെ ചട്ടപ്രകാരമല്ല, സർക്കാരിന്റെ ചടങ്ങാണല്ലോ. അപ്പൊ പിന്നെ അത് ഒരിക്കലും ഈ പ്രാർത്ഥന എന്നുള്ളതൊന്നും ചട്ടപ്രകാരമല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോഴും ഇവർ ഇതിനെ ന്യായീകരിക്കുന്നത് ശരിയാണ്. അതായത് ഈ മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് ലോക്സഭാ ഇലക്ഷനിൽ ഇവർക്ക് പണി കിട്ടിയതാണ്. എന്നിട്ട് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഒരു വേള ഇവർ എന്താ പറയുക, ഇവർക്ക് മലപ്പുറത്ത് ജയിക്കണം, കോഴിക്കോട് ജയിക്കണം, കണ്ണൂർ അല്ലെങ്കിൽ പാർട്ടി ജയിക്കുമെന്ന് കരുതും. അപ്പോൾ മുസ്ലിം വോട്ടിനെ, അവർക്ക് വോട്ടാണ് എന്തിലും പ്രധാനം, വോട്ടാണ്. കാര്യം ഈ കായംകുളത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കായംകുളത്ത് എത്രയെങ്കിലും തവണ, കായംകുളമല്ല നമ്മൾ പറയുന്ന ആലപ്പുഴയിൽ തന്നെ പറയാം, ആലപ്പുഴയ്ക്ക് അകത്താണല്ലോ കായംകുളം വരുന്നത്. ഈ AM ആരിഫ് എന്ന് പറയുന്ന MP എങ്ങനെയാണ് ഉണ്ടാകുന്നത്? SDPIയുടെ അകമഴിഞ്ഞ വോട്ട് കൊണ്ടാണ് AM ആരിഫ് MP ആകുന്നത്. അതുവരെ CPMന് അരാവരം വോട്ട് ഭൂരിപക്ഷത്തിനൊക്കെയാണ് ഈ മനോജൊക്കെ ജയിച്ചിട്ടുള്ളത്, ഡോക്ടർ മനോജൊക്കെ ജയിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ആഞ്ചലോസ് ജയിച്ചിട്ടുണ്ട്, അവർ പാർട്ടിയിൽ നിന്ന് ആഞ്ചലോസിനെ പുറത്താക്കി. അപ്പോൾ ഇതിൽ വോട്ട് എന്നൊരൊറ്റ കാര്യം മാത്രമേ CPM ഏത് തവണയും നോക്കുന്നുള്ളൂ. അത് വെച്ചാൽ മലപ്പുറത്ത് അവർക്ക് ആകെ ഒരു MLA ഇപ്പോൾ ഉള്ളൂ. മലപ്പുറത്തുള്ള ഒരു CPM MLA നന്ദകുമാറാണ്. അതായത് നമ്മുടെ ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന പഴയ സ്പീക്കർ മത്സരിച്ചിരുന്ന സ്ഥലത്താണ് ഈ നന്ദകുമാർ ഉള്ളത്. അപ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടി കളി പഠിച്ച് ഇത്രയുമായിട്ടും CPM മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ, കായംകുളം എന്ന് പറയുന്നത് ഒരു മുസ്ലിം കോട്ടയാണ്. ഇപ്പോൾ കായംകുളത്തെ പ്രതിഭാഹരിയൊക്കെ നിവർത്തികെട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതിലൊക്കെ പ്രതിഭാഹരി ജയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഹിന്ദു വോട്ടിൻ്റെ ഇതുകൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ CPMന്റെ ആലപ്പുഴ ഘടകം ഇപ്പോഴും SDPIയുടെ, ഇപ്പോൾ അവിടെ സലാമോ മറ്റോ അല്ലേ അവിടുത്തെ സെക്രട്ടറി സലാമാണ്, എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഒരു മുസ്ലിം പേര് ആണ് എന്ന് തന്നെ, നമ്മൾ ജാതി പറയുന്നതല്ല. ഏതായാലും SDPI എന്ന് പറയുന്ന പകൽ CPMും രാത്രി SDPIക്കാരുമാണ് CPMന്റെ ആലപ്പുഴയിലെ മൃഗത്തിൽ. അപ്പൊ അതിൽ ഈ 1 മിനിറ്റ് പ്രാർത്ഥനയൊക്കെ ഉണ്ടായതിൽ അതിശയിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതിൽ ചേട്ടൻ പറഞ്ഞത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. വോട്ട് മാത്രം മതി. അതെ, വോട്ട് മാത്രം മതി. അപ്പോ ഞാൻ പറയുന്നത് അതിനിപ്പുറത്ത് തന്നെ നോക്കുമ്പോൾ ഹമാസ് തീവ്രവാദികളുടെ പടങ്ങളും ഏന്തിയിട്ട്, അതായത് ഒരു ആനപ്പുറത്തൊക്കെ കയറ്റി ഹമാസ് തീവ്രവാദികളെ പ്രകടനം നടത്തി റൂസിന് അത് നടത്തിയിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ഹമാസ് തീവ്രവാദികളെ അവിടെ വന്ന് ഒരു വേഷപ്രച്ഛനായിട്ട് അവർ നടത്തിയിരുന്നല്ലോ ഈ യുദ്ധം തുടങ്ങിയ ഒരു ഹമാസ്, ഞാൻ പേര് ഓർക്കുന്നില്ല, അത്തരത്തിലുള്ള ഒരു ഹമാസ് തീവ്രവാദിയുടെ പ്രസംഗം വരെ നമ്മളിവിടെ കേൾപ്പിച്ചു. അതായത് ഇവർക്ക് ഇത്തരത്തിലുള്ള എന്താ പറയുക, ദേശവിരുദ്ധ ശക്തികളുമായി ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കൂടി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിന് ഇവർ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ പറയുന്നില്ലേ, കുറച്ച് നാള് ബാക്കോട്ട് പോയിട്ടുണ്ടെങ്കിൽ
കോഴിക്കോട് ഒരു സ്വകാര്യ എയ്ഡഡ് സ്കൂൾ തുടങ്ങിയപ്പോൾ അതിന്റെ പണി പൂർത്തിയായി. അപ്പോൾ രാത്രി ഈ സ്കൂൾ മാനേജറുടെ മകൻ വന്ന് അവിടെ ഒരു ഗണപതി ഹോമം നടത്തുന്നു. അത് എന്തുമാത്രം വിവാദമാക്കി. ആ മാനേജ്മെന്റ് ആണ് ആ സ്കൂൾ നോക്കുന്നത്. ശമ്പളം സർക്കാരാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും പ്രാർത്ഥനകളും ഉൾപ്പെടെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നത് ആ മാനേജ്മെന്റ് ആണ്. ആ മാനേജ്മെന്റ് പണിതീർത്ത ഒരു സ്കൂളിൽ അവിടെ ഒരു ഹോമം നടത്തിയപ്പോൾ, ഗണപതി ഹോമം നടത്തിയപ്പോൾ ചില വിരുദ്ധർ വന്നിട്ട് അത് എല്ലാം തട്ടിത്തെറിപ്പിച്ച് ചിന്നിച്ചിതറിച്ചു കളഞ്ഞു. അന്ന് ഈ പറയുന്ന എല്ലാവർക്കും അതൊരു വാർത്തയായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു സംഭവം സർക്കാരിന്റെ ചെലവിൽ നടത്തിയപ്പോൾ അതൊരു വാർത്തയല്ലാതെയായി മാറുന്നു. അതിന് പിന്നിൽ സത്യത്തിൽ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ചേട്ടാ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലേ? പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പോലെ പിണറായിക്കും CPM-നും പ്രത്യേകിച്ച് പിണറായിക്ക് തോന്നി തുടങ്ങിയതേ വീണാ വിജയനെ റിയാസിന് കെട്ടിച്ചു കൊടുത്ത ശേഷമാണ്. അതിനുശേഷമാണ് റിയാസ് മരുമോനായി വന്ന ശേഷമാണ് അദ്ദേഹത്തിന് ഈ തോന്നലുണ്ടായത്. പിന്നെ ഇപ്പൊ റിയാസ് ജയിച്ചിരിക്കുന്ന സ്ഥലത്ത് റിയാസിന് ഇനി ജയിക്കുമെന്ന് പേടിയുണ്ട്. കാര്യം ഇപ്പൊ മുസ്ലിം വിരുദ്ധരായിട്ടൊക്കെ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാനൊരു സത്യം പറയാം, ഈ ലോകസഭ അതാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. എനിക്ക് ഇവരുടെ ഈ ഹിന്ദു പ്രീണനം കണ്ടപ്പോഴത്തേക്ക് ഇത് അധികം ആയുസ്സൊന്നും ഇതിനുണ്ടാകില്ല എന്ന് എനിക്ക് അന്നേ തന്നെ തോന്നിയിരുന്നു. കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഇവർ നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണ്. ഇവർ നാളിതുവരെയുള്ള പർദ്ദ ധരിച്ചതിനെയൊക്കെ ആ വിവാദമൊക്കെ ഓർമ്മയുണ്ടല്ലോ, പർദ്ദ ധരിച്ചതിനെ. അപ്പൊ അതൊക്കെ പറഞ്ഞ് അന്ന് അനിൽകുമാർ എന്ന് പറഞ്ഞൊരു സംസ്ഥാന കമ്മിറ്റി അംഗം ഡിബേറ്റിലൊക്കെ വന്നിരുന്ന സംസാരിക്കുന്ന ഒരു വിദ്വാനുണ്ടല്ലോ, ആ വിദ്വാനൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. തിരിച്ച് പാർട്ടി പറഞ്ഞത് എങ്ങനെയായിരുന്നു? ആ വിദ്വാൻ പറഞ്ഞത് പിന്നെ സ്ത്രീകൾ പിന്നെ ഈ പർദ്ദ മാറ്റി ഇറങ്ങുന്ന ഒരു വിപ്ലവവും ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് തിരിച്ചു മലക്കം പറഞ്ഞു ഗോവിന്ദനൊക്കെ. ഇതില് മലപ്പുറം പോലെ കോഴിക്കോട് പോലെ CPM-ന് ഇനിയും ജയിക്കാൻ കഴിയാത്ത ലീഗ് ഒരു ശക്തിയായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ കണ്ടതാണ്. ഇവരുടെ പാർട്ടി ജില്ലാ സമ്മേളനം നടന്ന മലപ്പുറത്താണ്. അന്ന് പിന്നെ മുസ്ലിം ലീഗിന്റെ യൂത്ത് നേതാവ് പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ട്. അതായത് ഇവിടെ ഈ മഹാരാജ് കോളേജിൽ ഒരു കുഞ്ഞുകുട്ടി അഭിമന്യുവിനെ കൊന്നിട്ട് ഈ നിമിഷം വരെ ആ യഥാർത്ഥ കൊലയാളിയെ പിടിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ? അവർക്കറിയാം ആരാണെന്ന്, പക്ഷെ പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ട് നമ്മൾ ഓരോ ഗുണ്ടുകളും നമ്മൾ കാണും. പാർട്ടി ആ കമ്മിറ്റി കൂടി ഈ കമ്മിറ്റി കൂടി M സ്വരാജിനെ ഏർപ്പെടുത്തി. നമ്മൾ അന്നും സംസാരിച്ചു, M സ്വരാജ് പോലീസിന്റെ പണിയാണ് M സ്വരാജിന്. പാർട്ടി ഏർപ്പെടുത്തി സ്വരാജിനെ. ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു പിന്നെ എന്താ പറയാ, ഈ ഹിന്ദു വോട്ടിന് വേണ്ടി അല്ലെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിനോട് എന്തെങ്കിലും ഒരു ബാധ്യത ഉണ്ടായെങ്കിൽ ആ കുഞ്ഞു കുട്ടിയെ കൊന്ന് കൊലപാതകയെ ഈ നിമിഷം വരെ അവർ അറസ്റ്റ് ചെയ്യുമല്ലോ. ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഭൂരിപക്ഷം ന്യൂനപക്ഷം മാറ്റിവെച്ച് ചിന്തിക്കേണ്ട ഒരു സമയം കഴിഞ്ഞു. തീർച്ചയായിട്ടും. അതായത് നമ്മൾ വ്യക്തമായിട്ടും നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണല്ലോ. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങൾ പിന്തുടരാനായിട്ട് അവകാശമുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഉള്ള പാർട്ടികൾ ഈ വിഭജനം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വിഭജനം എന്നൊന്നുമല്ല പറയേണ്ടത്, ഈ ഏറ്റവും കൂടുതൽ ഇഞ്ചക്ട് ചെയ്തിട്ട് ഓരോ മതത്തെയും അതിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് അതിൽ തന്നെയുള്ള ജാതിയിൽ അതിലും സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ ഇഞ്ചക്ട് ചെയ്തിട്ട് മനുഷ്യനിലേക്ക് ഈ ജാതി മതവ്യവസ്ഥ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, കുത്തിവെക്കുകയാണ് CPM. അപ്പൊ കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായി മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാലാ രൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തി. അപ്പോ ശിവലിംഗം കണ്ടെത്തി എന്ന് പറഞ്ഞതോടുകൂടി സുഡാപ്പി ചാനൽ ക്യാമറയും തൂക്കി ഓടി അവിടെ എത്തിയിട്ട് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ആരാധനയ്ക്ക് ശ്രമിക്കുന്നില്ല, അങ്ങനെ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. ആക്ച്വലി ഇത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൂത്താപ്പാടി ഇല്ലം വകയുള്ള തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം, അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം അവസാനം ഇവർ തമ്മിലുള്ള തർക്കമൊക്കെ വന്നിട്ട് അത് അന്യാധീനപ്പെട്ടു പോയി. പിന്നീട് ഒരുപാട് കൈമറിഞ്ഞതിന് ശേഷമാണ് പാലാ രൂപതയുടെ കയ്യിലേക്ക് ഇത് വരുന്നത്. ആക്ച്വലി ഇത് ശിവലിംഗം കണ്ടെത്തിയെന്ന് പണിക്കാർ പറയുമ്പോൾ പാലാ രൂപതയാണ് അവിടെ അടുത്തുള്ള ഏതോ ഒരു അമ്പലമുണ്ട്, അവിടെ വിവരം അറിയിക്കുന്നതും അവിടെയുള്ള ആളുകൾ വരുന്നതും അവിടെ ഒന്ന് പൂജ നടത്തുന്നതിനൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തതേ അത് ഈ പറയുന്ന പാലാ രൂപതയാണ്. അവരെ അറിയിക്കാതെ ഇരുന്നില്ല. അതിനെതിരെ അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയും ഈ സുഡാപ്പി ചാനലും കൂടെ വന്നിട്ട് എന്താ പറയാ, ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഉള്ള ഒരു യോജിപ്പ്
ലീഡർഷിപ്പ് ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവർക്ക് ഒറ്റയ്ക്ക് നിർത്തി ഇവരുടെ കാര്യം സാധിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി, അജണ്ട കൂടി അവിടെ വർക്ക് ചെയ്യിക്കാൻ നോക്കി. പക്ഷേ കാസയടക്കം പാലാരൂപതയടക്കം അതിനെ തള്ളിക്കളഞ്ഞു. അവർ കാസ പറഞ്ഞു, പാലാരൂപത തന്നെയാണ് ഇത് അറിയിച്ചിട്ടുള്ളത്, ഇതിന്റെ പേരിൽ ആരും മുതലെടുപ്പ് നടത്താനായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട എന്ന് കൃത്യമായിട്ട് പറയേണ്ടി വന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഒരു വിഭാഗം നടത്തുമ്പോൾ അത് ഒരു തരം എന്താ പറയാ, അത് അവർ അനാചാരവും മറ്റൊരു വിഭാഗം നടത്തുമ്പോൾ അത് ആചാരവുമാകുന്നത് എങ്ങനെയാണ്? അത്തരത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടല്ലേ ഇപ്പോൾ ഈ പാർട്ടിയിലുള്ള കൊഴിഞ്ഞുപോക്ക് പോലും ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, EMSന്റെ കാലം മുതൽ തന്നെ CPM-നെ സംബന്ധിച്ച് പിന്നെ മലപ്പുറത്ത് അല്ലെങ്കിൽ കോഴിക്കോട് CPM-ന് ഒരു MLA കിട്ടാൻ പ്രയാസമായതുകൊണ്ട് തന്നെ ലീഗിനെ തളർത്താനായുള്ള ശ്രമം അതിഭീകരമായിട്ട് അവർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ശ്രമങ്ങളിൽ ഇപ്പോഴും INL ഇവർക്കൊപ്പമാണ്. ലീഗ് പക്ഷേ ഇതുവരെയും വന്നിട്ടില്ല. അന്ന് MV രാഘവൻ പറഞ്ഞിരുന്നത് ലീഗിനെ കൂടെ കൂട്ടിയാലേ ഭരണത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും വോട്ടെല്ലാം ചോർന്നു. വോട്ട് പോയി. ഒരേ ഒരു സീറ്റാണ് CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇവിടെ കിട്ടിയത്. നിയമസഭയിലേക്ക് വരുന്നതിന് മുന്നേ ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ വീണ്ടും ഇവർക്ക് പഴയ ഒരു സ്നേഹം ഉണ്ടായി വരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിപത്ത് ശരിക്കും തീർച്ചയായിട്ടും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വോട്ടൊന്നും അവർക്ക് ന്യൂനപക്ഷത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ മുസ്ലിം സമുദായം ബ്ലോക്കായി കോൺഗ്രസിനോട് അനുകൂലമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പിണറായിയുടെ ഈ കപട സ്നേഹം അവർ കണ്ടിട്ടുണ്ട്. അതിനുള്ള മറുപടി ഉണ്ടാവുക തന്നെ ചെയ്യും.